വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് പൾസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിസി എന്ന് പറയുന്നത് ടാറ്റ എച്ച് ജനറൽ ഇൻഷുറൻസ് കമ്പനി അവതരിപ്പിക്കുന്ന ഹെൽത്ത് സൂപ്പർ ചാർജ് ജിയോ പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ ടാറ്റ എച്ച് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ബെസ്റ്റ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ മെഡിക്കെയർ പ്രീമിയർ എന്നൊരു പോളിസിയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും ഒന്ന് കാണുക. അപ്പോൾ ഒരു ഫുൾ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കെയർ പ്രീമിയർ ആണ് ടാറ്റ എച്ച് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഇൻബിൽട്ട് ആയിട്ട് തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ്, OP ഡെൻ്റൽ ബെനിഫിറ്റ്, കവറേജ് എല്ലാം തന്നെ ഉൾപ്പെടുന്ന എനി കാറ്റഗറി റൂം അടക്കം എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാനാണ് ടാറ്റ മെഡിക്കെയർ പ്രീമിയർ. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വേറൊരു പോളിസിയാണ് ടാറ്റ ഹെൽത്ത് സൂപ്പർ ചാർജ് ജിയോ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന് നമുക്ക് സാധാരണക്കാർക്ക് കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് പ്രീമിയം കുറവായിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു പ്ലാനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോളിസിയുടെ ഒരു ഫീച്ചർ ഞാൻ കണ്ടതിൽ ഒരു 5x സൂപ്പർ ചാർജ് ബോണസ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അത് പൊതുവേ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോണസ് ലഭിക്കും അല്ലേ, നോ ക്ലെയിം ബോണസ് എന്നാണ് അതിന് പറയുക. അതായത് ക്ലെയിം ഇല്ലാത്ത വർഷം നമുക്കൊരു ബോണസ് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 50% വെച്ച് നമുക്കൊരു ബോണസ് ലഭിക്കുന്നതെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ 5 ലക്ഷമാണ് നമ്മൾ പോളിസി എടുത്തതെങ്കിൽ ആ ഒരു വർഷം പോളിസി എടുത്ത വർഷം നമുക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വർഷം അത് 50%, അതായത് 2.5 ലക്ഷം വെച്ച് ഒരു ബോണസ് ആഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കവറേജ് 7.5 ലക്ഷമായിട്ട് മാറും. ഇതിന് രണ്ടാമത്തെ വർഷം നമുക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ അവർ വീണ്ടും ഒരു ബോണസ് തരും. അപ്പോൾ അങ്ങനെ മാക്സിമം 100%, അതായത് 2 വർഷം കൊണ്ട് 5 ലക്ഷം എടുത്ത വ്യക്തി 10 ലക്ഷമായിട്ട് ഡബിളായിട്ട് നമുക്ക് ബോണസ് ലഭിക്കുന്നുണ്ട്. കവറേജ് വരുന്നുണ്ട്. ഇതിനാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പോളിസിയിൽ ആ 100% കഴിഞ്ഞാലും ഒരു എക്സ്ട്രാ ഒരു 500% വരെ നമുക്ക് ഈ ബോണസ് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഈ പറഞ്ഞ സൂപ്പർ ചാർജ് ഒരു 5x സൂപ്പർ ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 500% വരെ ഒരു കവറേജാണ് ഇത് ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പ് പോളിസി. അല്ലെങ്കിൽ അധിക കവറേജോ നമ്മൾ കവറേജ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് ഈ ഒരു പോളിസി വഴി തന്നെ നമുക്ക് 500% വരെ നമുക്ക് കവറേജ് വർദ്ധിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഡിവൈസസ് കവറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാനിൽ. മെഡിക്കൽ പ്രാക്ടീഷണർ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല വീൽ ചെയർ, വാക്കിംഗ് സ്റ്റിക്ക് ഇതുപോലുള്ള പല ഐറ്റംസും നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനായിട്ട് അതിൻ്റെ ചിലവുകളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഈ പോളിസിയിലുണ്ട്. റീസ്റ്റോർ ബെനിഫിറ്റാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് ഈ പോളിസി നമുക്ക് 100% റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. 10 ലക്ഷമാണ് നമ്മൾ കവറേജ് എങ്കിൽ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലക്ഷം രൂപ കൂടി നമുക്ക് റീസ്റ്റോറേഷനായിട്ട് ലഭിക്കുന്നുണ്ട്. ആൾറെഡി കമ്പനി കവറേജ് നൽകുന്നുണ്ട്, അതിന് പുറമെ ഈ പറയുന്ന ബോണസ് നൽകുന്നുണ്ട്. അതിനൊക്കെ പുറമെ അതൊന്നും നമുക്ക് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു റീസ്റ്റോറേഷൻ ബെനിഫിറ്റും തരുന്നുണ്ട്. ഇത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അല്ല, സിംഗിൾ ടൈം റീസ്റ്റോറേഷനാണ്. അതായത് 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലക്ഷം കിട്ടുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഈ ഒരു പോളിസിയിൽ എടുത്തു പറയേണ്ട അനദർ ഫീച്ചർ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു ഒരു 5x സൂപ്പർ ചാർജ് ബോണസ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കവർ എന്നാണ് പറയുക ഇതിന്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കവറേജ് എങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ആസ്മ, ബ്ലഡ് പ്രഷർ, നമുക്ക് കൊളസ്ട്രോൾ, ഡയബറ്റീസ് ഇതുപോലുള്ള ABCD അസുഖങ്ങൾ എന്നാണ് പറയുക ഇതിന്. ഹെൽത്ത് ഇൻഷുറൻസിൽ ആസ്മ, A ഫോർ ആസ്മ, B ഫോർ ബ്ലഡ് പ്രഷർ, C ഫോർ കൊളസ്ട്രോൾ ആൻഡ് D ഫോർ ഡയബറ്റീസ്. ഈ 4 അസുഖങ്ങളിൽ ഏതെങ്കിലും 2 അസുഖങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ഇൻസ്റ്റൻറ്റ് റൈഡർ ആഡ് ചെയ്യുക വഴി നമുക്ക് വെയിറ്റിംഗ് പീരീഡ് പൊതുവേ ഈ പോളിസിയിൽ 4 വർഷമാണ്. പക്ഷേ നമുക്ക് അഡീഷണൽ എമൗണ്ട് അടയ്ക്കുക വഴി ഈ ഓപ്ഷണൽ റൈഡർ എടുത്തു കഴിഞ്ഞാൽ ഈ BP, ഷുഗറൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ BP, ആസ്മ, വാട്ടവർ ഈ 4 അസുഖങ്ങൾ 2 അസുഖങ്ങളുള്ളവർക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് റൈഡർ കവറേജിലൂടെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഇനിഷ്യലി 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ. അതിനുശേഷം തന്നെ നമുക്ക് ആ 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡിന് ശേഷം തന്നെ നമുക്ക് ഈ പറയുന്ന നമുക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ മെൻഷൻ ചെയ്തെടുക്കുന്ന അത്തരം ഒരു ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 4 അസുഖങ്ങൾ പരമാവധി 2 അസുഖങ്ങൾ വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോളിസിയിൽ കയറി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഒരു പോളിസി നോക്കുന്നവർക്ക് ഇത് വളരെ ഉപയോഗമാണ്. പിന്നെ ഈ ഒരു പോളിസി നമുക്ക് എടുക്കാൻ പറ്റുക ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ പറ്റില്ല, ഫ്ലോട്ടർ ബേസിസിലാണ് എടുക്കാൻ പറ്റുക. ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ പാരൻസ് പ്ലസ് ചിൽഡ്രൻ, അങ്ങനെ ഒരു ഫ്ലോട്ടർ ബേസിസിലാണ് ഈ പോളിസി നമുക്ക് എടുക്കാൻ പറ്റുക. ഇൻഡിവിജ്വലായിട്ട് പറ്റുന്നതല്ല. ഈ ഒരു പോളിസിയിൽ നമുക്ക് സോണൽ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൺ സിയിലാണ് നമ്മൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ വരുന്നത്. സോൺ എയിൽ മുംബൈ, നമുക്ക് കൊൽക്കത്ത അതുപോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് വരികയാണെങ്കിൽ, സോൺ ബിയിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ ഇതൊക്കെയാണ് വരിക, ചെന്നൈ. സോൺ സിയിലാണ് കേരളം, തമിഴ്നാടൊക്കെ വരുന്നത്. ദെൻ നമുക്ക് സോൺ സിയിലുള്ളവർക്കാണ് ഈ ഒരു പോളിസി
എടുക്കാനായിട്ട് പറ്റുക. സോൺ ബി ആൻഡ് സിയിലുള്ളവർക്കാണ് എടുക്കാൻ പറ്റുക. സം അഷ്യൂർഡ് നോക്കുകയാണെങ്കിൽ 5, 7.5, 10, 15, 20 ലക്ഷം വരെയാണ് പരമാവധി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോളിസി എന്തുകൊണ്ട് വലിയ സം അഷ്യൂർഡ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതിൽ 20 ലക്ഷത്തിന് എടുക്കുന്ന വ്യക്തിക്ക് തന്നെ സപ്പോസ് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ 100% ബോണസിന് പുറമെ എക്സ്ട്രാ 500% വരെ കവറേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, യാതൊരുവിധ അഡീഷണൽ പ്രീമിയം അടയ്ക്കാത്തതിന്. സോ അതിന് ഒരു ഫ്യൂച്ചറിൽ ഒരു വലിയ കവറേജ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് 20 lakhs വരെയാണ് പരമാവധി കവറേജ് കൊടുക്കുന്നത്. ഇംപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം വരെയുള്ള എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. ഡൊമിസിലിയറി ട്രീറ്റ്മെൻറ്റ് അപ് ടു സം അഷ്യൂർഡ്, ഓർഗൻ ഡോണർ എക്സ്പെൻസ് അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട് പ്ലാനിൽ. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾക്ക് ഒരു ക്യാപ്പിംഗ് ഉണ്ട്. 50,000 രൂപ വരെയാണ് നമുക്ക് ലിമിറ്റ്. ഒരു പോളിസി വർഷത്തിൽ 50,000 രൂപ വരെ നമുക്ക് ഉപയോഗിക്കാം. റോഡ് ആംബുലൻസ് 1000 രൂപയാണ് പെർ ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്. റീസ്റ്റോറേഷൻ 1 ടൈം ലഭിക്കുക, അത് അപ് ടു സം അഷ്യൂർഡ് വരെ നമുക്ക് കിട്ടും. കമ്പാഷനേറ്റ് ട്രാവൽ, അതായത് നമുക്ക് ഡിസ്റ്റൻറ്റ് പ്ലേസിലാണ് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആയിരിക്കുമെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറിന് പോയി കാണാനുള്ള ഒരു ട്രാവൽ കോസ്റ്റ് കൊടുക്കുന്നതാണ് ഈ പോളിസിയിൽ നമുക്ക് കമ്പാഷനേറ്റ് ട്രാവൽ എന്നൊരു ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ പോളിസിയിൽ അപ് ടു 10,000 rupees വരെ നമുക്കൊരു പോളിസി വർഷത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് എന്ന് പറയും. അതായത് പോളിസി എടുത്ത വ്യക്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഷുർഡ് മെമ്പർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വന്നു, 10 ദിവസത്തിലധികമുള്ള ഒരു അഡ്മിഷനാണ് വന്നതെങ്കിൽ നമുക്ക് ഒരു പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്, അതായത് ഹോസ്പിറ്റൽ ക്യാഷ് ഒരു അലവൻസ് പോലെ നമുക്ക് അനാമത്തെ ചിലവുകൾ പലതും നമുക്ക് വരുമല്ലോ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആകുമ്പോൾ. അപ്പോൾ നമുക്കൊരു 10,000 രൂപ നമ്മുടെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതാണ് ഡിസ്ചാർജ് ആയതിനു ശേഷം. ഇതിനെയാണ് പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പറഞ്ഞു മെഡിക്കൽ ഡിവൈസസ് കവർ ഈ പോളിസിയിൽ ഒരു 5,000 രൂപ വരെ ആസ് പെർ ദി ലിസ്റ്റ് കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ വാക്സിനേഷൻ കവറേജ് ഈ പോളിസിയിൽ 10,000 രൂപ വരെ ലിസ്റ്റ് മെൻഷൻ ചെയ്യുന്ന അസുഖങ്ങൾ വാക്സിനേഷൻസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 ഫെസിലിറ്റി നമുക്ക് തന്നിരിക്കുന്ന ബേസ് കവറേജ് ഉണ്ടല്ലോ, ഇതിന് പുറമെ കമ്പനി കൊടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് ഈ 4 കമ്പാഷനേറ്റ് ട്രാവൽ, അതുപോലെ പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്, മെഡിക്കൽ ഡിവൈസ് കവറേജ്, വാക്സിനേഷൻ കവറേജ് പോലുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് അഡീഷണൽ പ്രീമിയം അടയ്ക്കാതെ പോളിസിയുടെ പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയനൊക്കെ നമുക്ക് ലിസ്റ്റഡ് മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെൽനസ് പ്ലാനുകളൊക്കെ ഉണ്ട് ഈ പോളിസിക്കും. ടെലി കൺസൾട്ടേഷനൊക്കെ അൺലിമിറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു 50% വരെയാണ് ബോണസ് എങ്കിലും അത് നമുക്ക് 100% വരെ 2 വർഷം ക്ലെയിം ഫ്രീ ഇയറിൽ കിട്ടും. പിന്നെ മാക്സിമം 500% ആയിട്ട് കിട്ടും നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ബോണസ് അതിനുശേഷം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ റൂം റെൻറ്റ് എലിജിബിലിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് റൂമാണ് നമുക്ക് ഈ പോളിസിയിൽ എടുക്കാൻ പറ്റുക. അപ്പോൾ അതിന് ശേഷം അതായത് ഒരു സിംഗിൾ പ്രൈവറ്റ് റൂം എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിന് എലിജിബിൾ ആയിട്ട് കാറ്റഗറിനേക്കാളും ഒരു ഹയർ റൂം എടുക്കുകയാണെങ്കിൽ, സ്യൂട്ട് റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ അപ്ലിക്കബിൾ ആണ്. പൊതുവെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പൊതുവെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ ക്ലെയിം കുറവായിട്ട് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഡിഡക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്നവർക്ക് മെയിൻലി അവരുടെ പോളിസിയിൽ എന്തെങ്കിലും ഒരു റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ ക്യാപ്പിംഗ് പരിധി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പോളിസിയിൽ എത്രയാണ് റൂം എലിജിബിലിറ്റി ഉള്ളത് നോക്കിയിട്ട് നമുക്ക് റൂം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ഈ പോളിസിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലും ഹയർ റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂമിൻ്റെ എക്സ്പെൻസ് മാത്രമല്ല ഡോക്ടർ എക്സ്പെൻസ് എല്ലാം, സർജറി എക്സ്പെൻസ് എല്ലാം തന്നെ കോസ്റ്റിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു ഡിഡക്ഷൻ നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സിംഗിൾ പ്രൈവറ്റ് റൂമാണ് ഇതിൽ എലിജിബിൾ. അപ്പോൾ അത് എടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ പോളിസിയിൽ കോപ്പേയ്മെൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സാഹചര്യങ്ങളാണ് ഈ പോളിസി എടുക്കുന്നവർക്ക് കോപ്പേയ്മെൻറ്റ് വരിക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ പോളിസി ഫ്ലോട്ടർ ബേസിസിൽ, അതായത് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നമുക്ക് പാരൻസ് പ്ലസ് ചിൽഡ്രൻ, ഇങ്ങനെ ഫ്ലോട്ടർ ബേസിസിലാണ് പോളിസി എടുക്കാൻ പറ്റുക. ഫാമിലി ആയിട്ടാണ് എടുക്കാൻ പറ്റുക. അതായത് ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് എടുക്കാനായിട്ട് പറ്റുന്ന പ്ലാനല്ല. പിന്നെ ഈ പോളിസിയിൽ എപ്പോഴാണ് നമുക്ക് കോപ്പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരിക, കോപ്പേയ്മെൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇല്ല. പക്ഷേ 2 സാഹചര്യത്തിൽ നമുക്ക് കോപ്പേയ്മെൻറ്റ്, അതായത് കോപ്പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഒരു 80% അടയ്ക്കും, കസ്റ്റമർ ഒരു 20% ക്ലെയിം വരുമ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്ത് കൊടുക്കണം. ഇതിനാണ് കോപ്പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് കോപ്പേയ്മെൻറ്റ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സാഹചര്യത്തിൽ ഇൻഷുർഡ് പേഴ്സൺ പോളിസി ജോയിൻ ചെയ്യുന്നത് 60 വയസ്സിന് മുകളിലാണ്, അതായത് 61 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ കമ്പൽസറിലി ഒരു 20% കസ്റ്റമർ തന്നെ കയ്യിൽ നിന്ന് ക്ലെയിമുകൾ അടയ്ക്കേണ്ടതായിട്ട് വരും. 20% കോപ്പേയ്മെൻറ്റ് ബാധകമായിരിക്കും 61 വയസ്സിന് കൂടുതലായിട്ടുള്ള ഏജുള്ള വ്യക്തികൾക്ക്. പിന്നെ രണ്ടാമത്തെ സാഹചര്യത്തിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള
സോണിൽ നിന്നും വേറൊരു സോണിലേക്ക്, അതായത് നമ്മൾ കേരള തമിഴ്നാടൊക്കെ സോൺ സിയിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ പോയിട്ട് മുംബൈ ഡൽഹിയിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് സോൺ മാറിപ്പോയി അല്ലേ, നമ്മുടെ സോണിൽ നിന്ന് മാറി നമ്മളൊരു ഹയർ സോണിൽ പോയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു 20% കോ പേയ്മെൻറ്റ് നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പോളിസിയിൽ വല്ല സബ്ലിമിറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ചികിത്സകൾക്ക് നമുക്ക് 50,000 ഒരു സബ്ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഈ പോളിസിയിൽ. അതിന് പുറമേ വരുന്ന ഒരു 5-6 സബ്ലിമിറ്റ് ഉണ്ട്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് അത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. കാറ്ററാക്ട് സർജറിക്കാണെങ്കിൽ നമുക്ക് 5 ലക്ഷം കവറേജിനാണെങ്കിൽ 40,000 രൂപയാണ് പെർ ഐക്ക് നമുക്ക് കിട്ടുന്നത്. ഇത് 20 ലക്ഷത്തിൻ്റെ പ്ലാൻ ആണെങ്കിൽ നമുക്ക് 1,60,000 വരെയാണ് നമുക്ക് കാറ്ററാക്ട് സർജറിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർട്ടാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ബലൂൺ സൈനൽ പ്ലാസ്റ്റി അതിന് 25,000 5 ലക്ഷം കവറേജ് എടുത്തവർക്ക് കിട്ടുന്നത്. ഓറൽ കീമോതെറപ്പി ആണെങ്കിൽ 5 ലക്ഷം എടുത്തവർക്ക് 75,000 രൂപ വരെ കവർ ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി, റോബോട്ടിക് സർജറിക്ക് എല്ലാം നമുക്ക് സബ്ലിമിറ്റ് ഉണ്ട്. സ്റ്റെം സെൽ തെറാപ്പി. അപ്പോൾ ഇതുകൊണ്ട് സബ്ലിമിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ചിലപ്പോൾ ചിലവ് വന്നത് ചിലപ്പോൾ ഒരു കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കാം. പക്ഷെ കമ്പനി അലോ ചെയ്ത് തരുന്നത് ഇത്തരം അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ കമ്പനിയിൽ ആസ് പെർ നോംസ് ഈ ഒരു പോളിസിയിൽ എത്രയാണോ എലിജിബിലിറ്റി ഉള്ളത്, ഓക്കെ, അപ്പോൾ അതായിരിക്കും കമ്പനി നമുക്ക് സെറ്റിൽ ചെയ്ത് തരിക. അപ്പോൾ സബ്ലിമിറ്റ് ഉള്ള ഒരു പ്ലാനാണ് എങ്കിലും കുറഞ്ഞ പ്രീമിയത്തിൽ ചിലപ്പോൾ BP ഷുഗറൊക്കെ ഉള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരു പ്ലാന് നമുക്ക് കവർ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാനാണ്. നമുക്ക് നല്ല രീതിക്ക് ബോണസും ഉണ്ട്. പക്ഷെ ചെറുതായിട്ട് ചില അസുഖങ്ങൾക്ക് മാത്രം ഒരു 5 അസുഖങ്ങൾക്ക് നമുക്ക് സബ്ലിമിറ്റുകൾ കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്ലെയിം വരികയാണെങ്കിൽ കവറേജിന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചാർട്ടിൽ. അതായത് കവറേജ് എടുക്കുന്നവർക്ക് അത്തരം അസുഖങ്ങൾക്ക് പരമാവധി കമ്പനി തരുന്ന തുകയാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്താണ് വരുന്നതെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ക്ലെയിം ചെയ്യാം. അതല്ല അതിനെ എക്സീഡ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ പറയുന്ന പരമാവധി മാക്സിമം എമൗണ്ട് ആയിരിക്കും, നമ്മളെടുത്ത കവറേജിൻ്റെ മാക്സിമം എമൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ പോളിസി നമുക്ക് 40 വയസ്സിന് താഴെയുള്ളവരൊക്കെ എടുക്കുമ്പോൾ യങ് ഫാമിലി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഫാമിലി ഫ്ലോട്ടറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 2 വർഷം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ടും, 3 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഈ പോളിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളിസി കവറേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 ദിവസം കഴിഞ്ഞാലാണ് പോളിസി ആക്ടിവേഷൻ ആവുക. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡാണ്. ഇതെല്ലാ കമ്പനിയിലും ബാധകമാണ് ഈ വെയിറ്റിംഗ് പീരീഡ്. പിന്നെ രണ്ടാമത്തെ വെയിറ്റിംഗ് പീരീഡ് സ്ലോ ഗ്രോയിങ് ഡിസീസ് ആയിട്ടുള്ള ഹെർണിയ, പൈൽസ്, കാറ്ററാക്ട് ഇതുപോലുള്ള സ്ലോ ഗ്രോയിങ് ഡിസീസിന് സ്പെസിഫിക് ഇൽനെസ് എന്ന് പറയും. ഓക്കെ, ഇതിന് ഇന്ത്യയിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് അഥവാ 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡാണ്. പിന്നെ ഈ പോളിസിയിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ വെളിപ്പെടുത്തുന്ന അസുഖങ്ങൾക്ക് ഈ പോളിസിയിൽ 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് ഉള്ളത്. ബട്ട് എക്സെപ്റ്റ് ഈ ABCD എന്ന് പറയുന്ന അസുഖങ്ങൾക്ക്, ഓക്കെ, ആസ്മ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ പ്ലാന് നമുക്ക് ഇൻസ്റ്റൻറ്റ് കവറേജ് എന്നൊരു ഓപ്ഷനിൽ 4 അസുഖത്തിൽ ഞാൻ ഈ പറഞ്ഞ ABCD എന്ന് പറഞ്ഞ 4 അസുഖത്തിൽ പരമാവധി 2 അസുഖം വരെയുള്ളവർക്ക് നമുക്ക് അധിക പ്രീമിയം അടച്ചുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കവറേജ് എടുത്തുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് 4 വർഷം ഇല്ലാതെ നമുക്ക് Day 1 കവറേജോടുകൂടി കൊടുക്കാൻ പറ്റുന്നതാണ്. വേറെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ പോളിസി ആക്ടിവേഷൻ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കവറേജ് ഓപ്പൺ ആവുന്നതാണ്. പിന്നെ ഈ പോളിസിയിൽ ആക്സിഡൻറ്റിനൊന്നും വെയിറ്റിംഗ് പീരീഡ് ഇല്ല, Day 1 കവറേജാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പോളിസിയെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ടാറ്റയുടെ സൈഡിൽ നിന്നും നമുക്കൊരു നല്ലൊരു പ്ലാൻ സാധാരണക്കാർക്കും എയിം ചെയ്ത് കൊണ്ടുള്ള പ്ലാനാണിത്. ഓക്കെ, റൂം റെൻറ്റിൽ ചെറുത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും പ്രീമിയത്തിൽ കുറച്ച് കുറവുണ്ടാവും. പക്ഷേ ചില അസുഖങ്ങൾക്ക് സബ്ലിമിറ്റ് ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. എന്നിരുന്നാലും ഈ പറഞ്ഞ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് Day 1 മുതൽ കവറേജ് കൊടുക്കുന്നതിന് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ പ്ലാനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ വലിയൊരു ബോണസൊക്കെ നമുക്ക് വേണമെന്നുള്ളവർക്ക് ഈ പ്ലാന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഈ പോളിസി നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെട്ടെന്ന് സൂപ്പർ ചാർജ് ജിയോ എന്നാണ് ഈ പ്ലാനിൻ്റെ പേര്. ഒരിക്കൽ കൂടി പറയാം. നമുക്കിത് പർച്ചേസ് ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമ്മളിത് പോളിസി നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വഴിയും ബന്ധപ്പെടാം. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.